നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഗതാഗത നിയന്ത്രണമുണ്ട്, ജാഗ്രത പാലിക്കുക. ഞാൻ രാഹുൽ വാണിയമ്പാറയാണ്. നമസ്കാരം, ഞാൻ രാഹുൽ വാണിയമ്പാറ. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ദേശീയപാത NH 544 ഗതാഗത നിയന്ത്രണമുണ്ട്. വാണിയമ്പാറ, അതായത് കൊമ്പഴ മുതൽ നമ്മുടെ ഇരുമ്പുപാലം മുതൽ സർവീസ് റോഡിലൂടെയാണ് വാഹനം കടത്തിവിടുന്നത്. കാറിങ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ സ്നേഹം നിറഞ്ഞ പ്രദേശവാസികളോടാണ്, നാട്ടുകാരോടാണ്. ഇതിലൂടെ വരുമ്പോൾ ഓപ്പോസിറ്റ് ഡ്രൈവിങ് ഒഴിവാക്കുക. സർവീസ് റോഡിലൂടെ നമ്മൾ പണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിരുന്നല്ലോ. അപ്പോൾ ഈ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയ ദിവസം വരെ ഓപ്പോസിറ്റ് ഡ്രൈവ് ഒഴിവാക്കുക. കുറച്ച് ദൂരം പോയിട്ടാണെങ്കിലും തിരിഞ്ഞ് യൂട്ടേൺ അടിച്ച് വരിക. അതാണ് അതിൻ്റെ ഒരു ശരി. അതല്ലെങ്കിൽ അപകടം സംഭവിക്കും. വണ്ടികൾ നല്ല സ്പീഡിലാണ് പോകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ദേശീയപാതയിൽ ഏറ്റവും സ്ട്രൈറ്റ് ആയിട്ടുള്ളൊരു വഴി കൂടിയാണ് ഈ ഒരു ഭാഗം. ഏറ്റവും ആദ്യം പണികൾ തുടങ്ങിയൊരു ഭാഗമാണ്. വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഈ ഭാഗത്താണ് പണികൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അന്ന പണികളൊക്കെ തട്ടിക്കൂട്ട് പണികളാണ്. അപ്പോൾ ഈ ഒരു പോർഷനിൽ വീതിയുണ്ട്. എന്നിരുന്നാൽ കൂടി നമ്മൾ എതിർദിശയിൽ സഞ്ചരിക്കുമ്പോൾ ഇപ്പോൾ വണ്ടികളൊക്കെ പോകണണ്ട 100 വെച്ച് പഠിച്ചിട്ടാണ് പോണത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതേപോലുള്ള ഇൻഫർമേഷൻ വീഡിയോകളുമായിട്ട് നിങ്ങൾക്ക് മുന്നിലെത്തും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യണം കേട്ടോ. ഓക്കെ, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ മക്കളോട്, ഇപ്പോൾ അച്ഛനമ്മമാരാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ബൈക്കൊക്കെ എടുത്ത് പോകുന്ന മക്കളോട് പറയുക. അതുപോലെ കാരണന്മാരാണെങ്കിലും ബൈക്ക് എടുത്ത് പോകുമ്പോൾ മക്കൾ വേഗം മനസ്സിലാക്കും ട്രാഫിക്കിൻ്റെ ഒരു നിയന്ത്രണം കണ്ടിട്ട്. പ്രത്യേകിച്ച് പ്രായമായവരാണ് ഇതൊന്നും ശ്രദ്ധിക്കാണ്ട് ഇത് നമ്മുടെ റോഡാന്നുള്ള ലെവലിൽ വെച്ച് പടക്കണത്. ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഒന്നും കൂടി സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടി കാണണം. പാലക്കാട് ദിശയിലേക്ക് പോകുന്ന സർവീസ് റോഡിലാണ് ഈ വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാന റോഡ് ടാർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ്.